വെക്കാം. കാരണം എൻ്റെ റൂം ഭയങ്കര അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഈ 2 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് ആനുവൽ എക്സാം ഉണ്ട്. 2 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് ആനുവൽ എക്സാം ആണ്. ആൻഡ് എല്ലാ ബുക്കുകളും എൻ്റെ ഈ ബെഡിലാണ് കൊണ്ട് വെക്കുന്നത്. ആൻഡ് ഓൾസോ എല്ലാം തകരാറായി കിടക്കുവാണ്. എല്ലാം തകരാറായി കിടക്കുവാണ്. സോ ലെറ്റ്സ് ക്ലീൻ മൈ റൂം. ഇച്ചിരി ബുക്ക് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കി ബുക്കുകളെല്ലാം എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എനിക്കൊരു ക്രേസ് ഉണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സൂക്ഷിച്ചു വെക്കും. ഉപയോഗിക്കാത്ത ബുക്കാണ്. ആൻഡ് ഇതെൻ്റെ അനീത്തിയുടെ ബുക്കാണ്. ഇത് ഇവളുടെ ബുക്കാണ്. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബുക്ക് പോലെ എൻ്റെ അനിയൻ്റെ എക്സാം പാഡാണ്. ആൻഡ് ഇതെൻ്റെ സീക്രട്ട് ബുക്ക് എന്ന് പറയാം. ആൻഡ് ഞാൻ നിങ്ങളെ ഒരു പേജ് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ജേർണലിംഗ് എന്ന് പറയാം. ഇതൊരു ബുക്കാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബുക്കാണ്. ദി ഡ്രീംസ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി കഥകളുണ്ട്. പിന്നെ ഒത്തിരി നോളേജസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ദി ലൈറ്റനിങ് ക്യാപിറ്റൽ ണ്ടോ എന്നാൽ ഇന്ന സ്ഥലത്ത് ഒത്തിരി ലൈറ്റനിങ് വരാറുണ്ട്. ആൻഡ് ഓൾസോ ക്രാഫ്റ്റ് ഐഡിയാസ് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ എങ്ങനെ റീയൂസ് ചെയ്യാം അങ്ങനത്തെ ക്രാഫ്റ്റ് ഐഡിയാസ് ഉണ്ട്. ഇതുപോലത്തെ സ്മോൾ മോറൽ കഥകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. ആൻഡ് ഇന്നത്തെ പിന്നെ സുഡുക്കു എങ്ങനെയാ വയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഗൈസ് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ വെക്കുന്ന സ്ഥലം ഏതാണ്. ഒരു ഫയലിൻ്റെ അകത്താണ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ 6 വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ഗൈസ്. 6 വരെ ഗൈസ് എല്ലാം താഴെ പോയി. പക്ഷേ സാരല്ല, നമ്മൾ കൈവിടുകയില്ല ഗൈസ്. നമ്മൾ ഇത് അടുക്കി വെച്ചേ നമ്മൾ തീരുള്ളൂ ഗൈസ്. ബുക്കൊക്കെ എടുത്ത് മാറ്റിയപ്പം തന്നെ ഇച്ചിരി ക്ലീൻ ആയിട്ടുണ്ട്. യെസ്, എൻ്റെ ഇവിടെയുള്ള ബുക്സൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു ജെറോണിമോയുടെ ഫാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജെറോണിമോ. ഞാൻ എപ്പോഴും വായിക്കും. ഹാങ് ഓൺ യുവർ ഷിക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇത് മേരി ക്രിസ്മസ് ജെറോണിമോ എന്ന് പറഞ്ഞാണ്. അറ്റാക്ക് ഓഫ് ദി ബാനറ്റ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞ
ഇതും ജെറോണിമോയുടെ അഡ്വഞ്ചറസിൽ വരുന്നൊരു സാധനമാണ്. നെക്സ്റ്റ് കംസ് ദി ക്ലാസിക് അഡ്വഞ്ചറസ് സ്റ്റോറി എന്ന് പറഞ്ഞ ഈ ഒരു ബുക്കാണ്. ഡോക്ടർ ജോസഫ് മർപ്പത്യ ആ ഒരു പുള്ളിയുടെ ഒരു ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ബുക്ക്. ആൻഡ് ദിസ് ഇസ് സോ ഗുഡ്. ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. ആൻഡ് ഇത് നമ്മുടെ DC ബുക്സിൻ്റെ ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതൊരു ലൈക്ക് സ്മോൾ സ്റ്റോറിയാണ്. ബട്ട് ഇതിൻ്റെ അകത്തും പല പല ലൈക്ക് സ്റ്റോറീസുകളുണ്ട്. ഓക്കെ, ഇതിനകത്ത് പല പല സ്റ്റോറീസുകളുണ്ട്. ഇതിൻ്റെ പേര് കീ ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് എൻ്റെ വാസ്ലിൻ റോസി ലിപ് ബാമാണിത്. ആൻഡ് ഇതെൻ്റെ കസിൻ ചേച്ചി കൊണ്ടുവന്നതാണ്. ഐ ലവ് ദിസ് സോ മച്ച്. നല്ല മോയ്സ്ചറൈസിങ് ആണ് ഇത്. സ്റ്റഡി ടേബിൾ ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ബെഡ് സെറ്റ് ആക്കാം. ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതാണ് എൻ്റെ ഗൈസ് മേക്കപ്പ് പൗച്ച്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട